നമസ്കാരം. ഞാൻ ചിത്ര. അടുത്തിടെ ഞാൻ വായിക്കാനിടയായ ശ്രീകൃഷ്ണദേവ് എഴുതിയ കന്യക എന്ന ബുക്കിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ ശ്രീകൃഷ്ണദേവ് കന്യകയെ അറിയുവാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. കന്യകയിലെ ഓരോ കഥാപാത്രങ്ങളും വളരെയധികം ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കും. അമ്പലമുറ്റം തറവാട്, മാഷ്, ടീച്ചർ, മുത്തശ്ശി, നങ്ങേലി, ഗൗതം, ശ്രദ്ധ എന്നിങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാലും ഏതാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല. അത്രയധികം ജീവിത യാഥാർത്ഥ്യങ്ങളുമായി അടുത്തു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. ശരിക്കും കന്യക വായിക്കുകയല്ല, കന്യകയിലൂടെ ഓരോ വായനക്കാരും ജീവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അമ്പലമുറ്റം തറവാട്ടിൽ ചെല്ലും, നമ്മൾ മുത്തശ്ശിയോടൊപ്പം കാലമില്ലാത്ത കാലത്തെപ്പറ്റി വ്യാകുലപ്പെടും, നമ്മൾ അമ്പലമുറ്റത്തെ തേവരെ തൊഴും, നമ്മൾ നങ്ങേലിയുടെ കുടിലിലേക്ക് പോകും, നമ്മൾ ഗൗതമിനൊപ്പം കരയും. അങ്ങനെ ഒരേ സമയം മുത്തശ്ശിയുടെ കാലമില്ലാത്ത കാലത്തെപ്പറ്റിയുള്ള വ്യാകുലതയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ മുന്നോട്ടുള്ള ഒരു ചിന്തയില്ലാതെയുള്ള പ്രവൃത്തികളിലുള്ള ഭവിഷ്യത്തുകൾ എങ്ങനെയാണ് അവർ നേരിടേണ്ടി വരുന്നത് എന്ന പച്ചയായ യാഥാർത്ഥ്യവും ഇതിൽ വ്യക്തമായി വരച്ചു കാട്ടുന്നു. ഇത് വലിയൊരു മെസ്സേജാണ് നമുക്ക് നൽകുന്നത്. ഇത് വെറും ഒരു കഥയല്ല, ജീവിതത്തിൻ്റെ നിഷ്കളങ്കമായ ഒരു അവതരണമാണ്. തീർച്ചയായും എല്ലാവരും വായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓൾ ദി വെരി ബെസ്റ്റ് കൃഷ്ണദേവ്. നിങ്ങൾ വിചാരിക്കുന്നതിലും ഉയരത്തിൽ ഈ കഥയെത്തട്ടെ. ഒരുപാട് വായനക്കാരിലൂടെ കന്യക ലോകം മുഴുവൻ അറിയട്ടെ. താങ്ക് യു.